ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇത്രയും നാളും താൻ അമ്മയെന്ന് വിളിച്ചു നടന്നിരുന്ന, താൻ അമ്മയെന്ന് കരുതി സ്നേഹിച്ചിരുന്ന അമ്മ സ്വന്തം അമ്മയല്ല, അത് തൻ്റെ വളർത്തമ്മയാണെന്നും അതുപോലെ തന്നെ താരയാണ് തൻ്റെ അമ്മ എന്നുള്ള സത്യം സരയു തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്തായാലും സരയുന് ഒരുപാട് സങ്കടം വരികയാണ്. എങ്കിലും തൻ്റെ സങ്കടം പുറത്താരെയും അറിയിക്കാതെ, ആരെയും കാണാതെ അവളെങ്ങനെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉറച്ചൊരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. എന്തായാലും തൻ്റെ അമ്മയെ, താൻ ഇത്രയും സ്നേഹിച്ച തൻ്റെ അമ്മയെ ഒരിക്കലും താൻ തള്ളിക്കളയില്ല. പിന്നെ ഞാനിങ്ങനെ ഒരു സത്യം അറിഞ്ഞിട്ടുണ്ട് എന്ന് അച്ഛനും ശാരിയായ തൻ്റെ അമ്മയും അറിയരുത് എന്ന് അവൾക്ക് നിർബന്ധവുമുണ്ട്. അങ്ങനെയൊക്കെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ താരയെ ഒരിക്കലും ഞാൻ അമ്മയെ അംഗീകരിക്കില്ല എന്നൊക്കെയാണ് സരയു ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് അവൾക്ക് എന്തായാലും വ്യത്യാസം വരുത്തേണ്ടി വരും. പിന്നെ തന്നെയല്ല, എത്രയും വേഗം മനോഹറിന്റെ കൂടെ പോയി അമേരിക്കയിലേക്ക് പോകണം. ഇവിടുത്തെ കാര്യങ്ങളൊന്നും പിന്നീട് ചിന്തിക്കാൻ വേണ്ട, ആലോചിക്കാൻ വേണ്ട എന്നുള്ള കാര്യത്തിൽ അങ്ങനെയൊക്കെയാണ് അവൾ അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ മനോഹർ ഒരു ചതിയനാണെന്ന് അവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മനോഹറിനെ ഒതുക്കാനായിട്ട് നമ്മുടെ രാഹുൽ ആണെങ്കിൽ രൂപയ്ക്ക് അരികിൽ നിന്ന് 2 കോടി രൂപ ആവശ്യപ്പെടുകയും അങ്ങനെ ആ പൈസ മനുവിന് കൊടുത്ത് മനുവിനെ ഇവിടെ നിന്നും തൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനൊക്കെയാണ് രാഹുലിന്റെ തീരുമാനം. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അതിനിടയിൽ കിരൺ കളിക്കുകയും അതുപോലെ തന്നെ കിരൺ ആ പണം രാഹുലിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കുകയും ഗുണ്ടകളെ കൊണ്ട് തട്ടിയെടുത്ത് സ്വന്തം രൂപയുടെ കയ്യിൽ തന്നെ ആ പണം തിരികെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രാഹുലും ആകെ പെട്ടുപോവുകയാണ്. മനോഹറിനെ സരയുവിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് താര അങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് നമ്മുടെ കിരണിന്റെയും കല്യാണിയുടെയും വീട്ടിലേക്ക് താര വരികയാണ്. അങ്ങനെ താര വരുമ്പോൾ താര വരുന്നത് കാണുന്നുണ്ട് നമ്മുടെ സരയു. അപ്പോൾ ആകെ ഒരു മനസ്സിൽ വല്ലാത്തൊരു വേദനയും കാര്യങ്ങളൊക്കെ തോന്നുകയാണ് ആ സമയത്ത് സരയുവിന്. കാരണം ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് മകളെ എന്ന് പറഞ്ഞു വന്നപ്പോഴും അടിച്ചാക്ഷേപിക്കുകയും അതുപോലെ തന്നെ തെരുവ് പെണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് വേദനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ഒരു വേദന തോന്നുകയാണ്. അതിനുശേഷം അവൾ തൻ്റെ റൂമിലെത്തിയിട്ട് അപ്പുറത്ത് കല്യാണിയും കിരണും താരയും എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ, അതായത് താരയോടൊക്കെ ഓരോ കാര്യങ്ങൾ അവരിങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ സരയു ആണെങ്കിൽ തൻ്റെ അമ്മയെ കാണാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുകയാണ്. എന്തായാലും ഒരു കാണാമെന്ന് കരുതി ആരും കാണാതെ അവൾ ജനലഴിയിലൂടെ താരയെ നോക്കുകയാണ്. പ്രിയപ്പെട്ട തൻ്റെ അമ്മയെ നോക്കുകയാണ്. അങ്ങനെ ആ താരയുടെ ആ ഒരു കാര്യം, അവൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ ജനലിൻ്റെ ഇടയിൽ കൂടെ കണ്ണീരോട് കൂടി തന്നെയാണ് സരയു നോക്കി കാണുന്നത്. ഒരിക്കലും നോക്കില്ല, ഒരിക്കലും തൻ്റെ അമ്മയെ സ്നേഹിക്കില്ല എന്നൊക്കെ കരുതിയ സരയു ആണെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് വ്യതിയാനങ്ങൾ അവരിങ്ങനെ ആ ഒരു തീരുമാനത്തിൽ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിരിക്കുകയാണ് സരയുന് അമ്മയെ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വേദനയാണ്, സ്നേഹമൊക്കെ തോന്നി തുടങ്ങുകയാണ്. അങ്ങനെയൊക്കെ ഒരു ഭാഗം എന്തായാലും ഉടനെ കാണാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.